നമസ്കാരം. ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ അനുഷ്ഠാനമാണ് പ്രദോഷവ്രതം. ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം, ദാരിദ്ര്യ ദുഃഖശമനം, ആയുരാരോഗ്യം, പാപമുക്തി, ഐശ്വര്യം, സൽകീർത്തി എന്നിവയാണ് ഫലമായി വന്നു ചേരുക. മഹാദേവന്റെ അനുഗ്രഹത്തിന് ധാരാളം വ്രതങ്ങൾ ഉണ്ട് എങ്കിലും ഏറ്റവും ലളിതമായി അനുഷ്ഠിക്കാവുന്ന വ്രതം കൂടിയാണ് ഇത്. ഒരു മാസത്തിൽ 2 പ്രദോഷങ്ങളാണ് വരുന്നത്. കറുത്ത പക്ഷത്തിലേതും വെളുത്ത പക്ഷത്തിലേതും. ദോഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. ദേവിക്ക് പൗർണമി ദിനം പോലെ, മഹാവിഷ്ണു ഭഗവാന് ഏകാദശി പോലെ, മഹാദേവന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് പ്രദോഷം. പ്രദോഷ സന്ധ്യയിൽ പാർവതി ദേവിയുടെ സാന്നിധ്യത്തിൽ സാക്ഷാൽ പരമശിവൻ നടരാജനായി നൃത്തം ചെയ്യുന്നതുമാകുന്നു. ഈ സമയം സകല ദേവീ ദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കും എന്ന കാര്യവും ഓർക്കുക. പ്രദോഷ വ്രതാനുഷ്ഠാനത്തിലൂടെ എല്ലാ ദേവീ ദേവന്മാരും അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രദോഷ സന്ധ്യാ സമയത്ത് കൈലാസത്തിൽ ആനത്തോലുടുത്ത മഹാദേവൻ മഹാദേവിയെ രത്നപീഠത്തിലിരുത്തി ദേവിയുടെ മുന്നിൽ ആനന്ദ നൃത്തമാടും. ആ പുണ്യവേളയിൽ വാണി ഭഗവതി വീണ വായിക്കുന്നതുമാണ്. ബ്രഹ്മാവ് താളം പിടിക്കുന്നു. ദേവേന്ദ്രൻ പുല്ലാങ്കുഴൽ ഊതുന്നതാണ്. മഹാലക്ഷ്മി ദേവി ഗീതം ആലപിക്കുന്നു. മഹാവിഷ്ണു ഭഗവാൻ മൃദംഗം വായിക്കുന്നതാണ്. നന്ദിയും ഭൃംഗിയും നടനം ചെയ്യുന്നു. സ്തുതി പാഠകന്മാർ സ്തുതിഗീതം ആലപിക്കുന്നതുമാകുന്നു. ഗന്ധർവ, യക്ഷ, കിന്നരന്മാർ, അപ്സരസുകൾ എല്ലാവരും ഭഗവാനെ സേവിച്ചു നിൽക്കുന്നു. അങ്ങനെ പ്രദോഷ സന്ധ്യാ സമയത്ത് കൈലാസത്തിൽ എല്ലാ ദേവീ ദേവന്മാരുടെയും സാന്നിധ്യമുണ്ട്. പുണ്യക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസമായാണ് പ്രദോഷത്തെ നാം ഏവരും കരുതുന്നത്. നാളെ ഗുരുകൃഷ്ണ പക്ഷ പ്രദോഷം എന്ന പ്രത്യേകതയുണ്ട്. ഈ ദിവസം വ്യാഴാഴ്ച വരുന്നതിനാലാണ് ഗുരുപ്രദോഷം എന്ന് പറയുന്നത്. ഇതിനാൽ തന്നെ കുബേര പ്രദോഷം എന്നും ഈ ദിവസത്തെ പരാമർശിക്കുവാൻ സാധിക്കുന്നു. ഇനി പരാമർശിക്കാനായി പോകുന്നത് തിഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിഥിയുമായി ബന്ധപ്പെട്ട സമയം നോക്കുമ്പോൾ നവംബർ 28 പ്രദോഷ സമയം ആരംഭിക്കുന്നതാണ്. സന്ധ്യയ്ക്ക് 6 മണി മുതൽ 8:30 വരെയാണ് സമയം വരുന്നത്. അതിനാൽ തീർച്ചയായും ഈ സമയത്തിന് പ്രാധാന്യം നൽകുക. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 6:23 മുതൽ, അതായത് നവംബർ 28, 2024. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് നവംബർ 28, 6:23 രാവിലെ 6:23 ആരംഭിച്ച് 29-ാം തീയതി നവംബർ 29 രാവിലെ 8:39 അവസാനിക്കുകയും ചെയ്യും. വ്രതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രദോഷത്തിലെ വിധി പ്രകാരമുള്ള വ്രതാനുഷ്ഠാനം സകല പാപങ്ങളെയും നശിപ്പിക്കും എന്നതാണ് വാസ്തവം. പ്രദോഷ ദിനത്തിന്റെ തലേന്ന് മുതൽ വ്രതം നിങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. തലേന്ന് ഒരിക്കലൂണ് നിർബന്ധമായ ഒരു കാര്യവുമാണ്. പിറ്റേന്ന് പ്രഭാത സ്നാനം, ശുഭവസ്ത്രം ധരിച്ച് ഭസ്മ ലേപനവും പഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തില കൊണ്ട് അർച്ചന, കൂവളമാല സമർപ്പണം, പിൻവിളക്ക്, എണ്ണ, ജലധാര എന്നിവ നടത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും വിശേഷപ്പെട്ടതായ വഴിപാടാണ്. സർവ സൗഭാഗ്യങ്ങളുമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. പകൽ മുഴുവൻ ഉപവാസം നടത്തണം. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യച്ചോറ് ഉണ്ടാവുന്നതാണ്. സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടത് അനിവാര്യമാണ്. പ്രദോഷ പൂജ, ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളുക എന്ന കാര്യത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ഭഗവാന് കരിക്ക് നേദിച്ച് അതിലെ ജലം സേവിക്കുക എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അവിലോ മലരോ പഴമോ കഴിച്ച് ഉപവാസം നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതുമാണ്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറ് വാങ്ങി നിങ്ങൾക്ക് അത് കഴിക്കാവുന്നതുമാണ്.
പിറ്റേന്ന് രാവിലെ വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മന്ത്രങ്ങൾ വ്രതം എടുക്കുന്നവരും അല്ലാത്തവരും തീർച്ചയായും ഈ മന്ത്രജപങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും പ്രദോഷ സന്ധ്യയിൽ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അത് ആഗ്രഹ സാഫല്യത്തിനും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. പഞ്ചാക്ഷരി സ്തോത്രം ജപിക്കുന്നത് അതീവ ശുഭകരമാണ്. കൂടാതെ ശിവ സഹസ്രനാമം, ശിവാഷ്ടകം എന്നിവ ഭക്തിപൂർവം നിങ്ങൾ ചൊല്ലുക. ശിവപുരാണ പാരായണം നടത്തുന്നതും ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കാം. വൈകുന്നേരം ഓം നമഃശിവായ എന്ന് 108 തവണ ജപിക്കുന്നതും 108 ശിവാലയ ദർശനത്തിന് തുല്യമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുക. അത്രമേൽ സവിശേഷമായ ഒരു കാര്യമാകുന്നു. ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യവുമാണ്. വീട്ടിലെ ഒരംഗമെങ്കിലും ഇപ്രകാരം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈകുന്നേരം വ്രതം എടുത്തവരും എടുക്കാത്തവരും സ്നാനശേഷം സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തി ശിവപൂജ നടത്തണം. പ്രത്യേകിച്ചും കൂവളമാല സമർപ്പിക്കുകയും ചെയ്യണം. ഈ സമയത്ത് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. കുടുംബാംഗങ്ങൾ ഏവരും ദർശനം നടത്തുന്നതോ സാധിക്കാത്തവരാണ് എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഈ സമയം ദർശനം നടത്തുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാകുന്നു. എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമായ ഈ ദിവസം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ഇന്നേ ദിവസം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായ കാര്യം സന്ധ്യയ്ക്ക് ശുദ്ധിയോടെ ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ ഏവരും പ്രദോഷ സന്ധ്യാവേളയിൽ ശിവക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു കാര്യമാകുന്നു. സാധിക്കുന്ന ഏവരും തീർച്ചയായും ദർശനം നടത്തുക. നാളെ സന്ധ്യയ്ക്ക് വിളക്ക് വീടുകളിൽ തെളിയിച്ചതിന് ശേഷം ഈ സമയം ഭസ്മം അണിയുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായ ദുരിതപൂർണമായ അവസ്ഥകളെ പോലും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിലെ ഏവരും നാളെ ഭസ്മം അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിത്യവും ഇപ്രകാരം തുടർന്ന് പോരുന്നതും അതീവ ശുഭകരമാണ്. സന്ധ്യയ്ക്ക് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം, അതായത് കുളിച്ച് ശുദ്ധിയായി സന്ധ്യയ്ക്ക് വിളക്ക് വച്ചതിന് ശേഷം ഇപ്രകാരം ഭസ്മം നിങ്ങൾ അണിയുന്നത് വിശേഷാൽ കാര്യം തന്നെയാകുന്നു. ഇനി പാടില്ലാത്തതായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ഇന്നേ ദിവസം കഴിവതും കടം വാങ്ങാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിവതും എന്നാണ് പരാമർശിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ധരിക്കരുത്. കൂടാതെ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നവരാണ് എങ്കിൽ അതിൽ തെറ്റില്ല. അല്ലാത്തവർ തീർച്ചയായും കുളിക്കണം. ഇന്നേ ദിവസം എണ്ണ തേച്ചുള്ള കുളി നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യമാണ്. ആ കാര്യവും ഓർക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണ് എങ്കിൽ പകലുറക്കം ഒരിക്കലും പാടുള്ളതല്ല. എന്നാൽ ജീവിത സാഹചര്യത്താൽ പകലാണ് ഉറങ്ങുവാൻ സാധിക്കുന്നത് എങ്കിൽ ആവാം. അല്ലാത്തവർ പാടുള്ളതല്ല. ദേഷ്യം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും ഇന്നേ ദിവസം ദേഷ്യപ്പെടുന്നതിലൂടെ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്ന അനുകൂലമായ ഫലങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. മത്സ്യം, മാംസം, ലഹരി എന്നിവ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായ ദിവസം കൂടിയാകുന്നു. അടുക്കളയിൽ ഇന്നേ ദിവസം കുളിച്ചതിന് ശേഷം മാത്രം പ്രവേശിക്കുക. വിളക്ക് വയ്ക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പൂജാമുറി ഇന്നേ ദിവസം പ്രത്യേകിച്ചും തുടച്ച് വൃത്തിയാക്കുന്നതും വിശേഷം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഉപ്പുജലം, മഞ്ഞൾ ജലം എന്നിവ വീടുകളിൽ തളിക്കുന്നതും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. ഒരൽപ്പം പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ പൂജാമുറിയിലെ വിഗ്രഹങ്ങൾ തുടയ്ക്കുന്നതും ശേഷം വിളക്ക് തെളിയിക്കുന്നതും അതീവ പ്രാധാന്യം നൽകുന്നു, വിശേഷാൽ കാര്യമായി മാറുന്നു എന്നതാണ് വാസ്തവം. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുകയും ഭഗവാന് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുന്നതായ വഴിപാട് ഇന്നേ ദിവസം നടത്തി പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ഓർക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും.